അപ്പം നിങ്ങൾ ഏത് കൂട്ടരാണ്? നിങ്ങൾ ഏത് സഭക്കാരാണ്? പല വീടുകളിൽ ഹൗസ് വിസിറ്റിന് പോകുന്ന സമയത്ത് ക്ഷമ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ നെറ്റി ചുളിയും. ഇവിടെ നോക്കും, ഇവിടെ നോക്കും, കയ്യിലൊക്കെ നോക്കും. അപ്പം നിങ്ങൾ ഏത് കൂട്ടരാണ്? നിങ്ങൾ ഏത് സഭക്കാരാണ്? ഇങ്ങനെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അന്നാണെങ്കിൽ ഭയങ്കരമായൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായിട്ട് ഒരു ഉണർവ് നടക്കുകയാണ്. അതെ, കുടുംബങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ആളുകൾ രക്ഷിക്കപ്പെട്ടു വരുന്നു. ചാർട്ടേഡ് ബസ്സുകളിൽ പല സ്ഥലങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ കൊച്ചിയിലെ ക്രീം ഓഫ് ദ സൊസൈറ്റി എന്ന് പറയാവുന്ന പോലെ ഒരു ഭാഗത്ത് അരിസ്റ്റോക്രാറ്റിക് ഫാമിലികളിൽ നിന്നുള്ള ആളുകൾ വരുന്നു. അത് വേറൊരു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് വളരെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് എന്താണ് ബൈബിളെന്നോ എന്താണെന്ന് യേശുവെന്നോ ഇതിങ്ങനെ മാറ്റുന്നത് ഒന്നും അറിയാത്ത ജനം. ഇവരെല്ലാം കൂടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പല ചോദ്യങ്ങളും അഭിമുഖീകരിക്കാൻ തുടങ്ങി. പലരും ഈ ഒരു കാരണത്താൽ പിന്മാറും എന്നുള്ളൊരു രീതി വന്നപ്പോൾ ഞാനാണ് ഉത്തരവാദി. ഈ ഷമ്മ സിസ്റ്ററെ കൊണ്ടുപോയി 2 സ്റ്റഡ്സ് ഓർക്കുന്നുണ്ടോ വാങ്ങിച്ചിട്ടു. ആൻഡ് അതൊരു ഭൂകമ്പമായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതിഭയങ്കരമായൊരു വിപ്ലവം ഉണ്ടായി. ഉപേക്ഷിച്ചതിനെ തിരിച്ചിട്ടാൽ ശാപം. ഒത്തിരി പേര് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, പ്രസംഗങ്ങളുണ്ടായി, നേരെ പറഞ്ഞു, വ്യംഗ്യമായി പറഞ്ഞു. ഇങ്ങനൊരു ഫേസിലൂടെയാണ് പോയത്. അതിനുശേഷമാണ് ഇതെല്ലാം ചെയ്തത്. എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞ് എത്ര നാളിന് ശേഷമാണ് വിവാഹമോതിരം ഇട്ടത്? നമ്മൾ 10-15 വർഷത്തിന് ശേഷമാണ് വിവാഹമോതിരം. ഒരു ദൈവാസം വീട്ടിൽ വന്നപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. ഒരു ദൈവാസം വീട്ടിൽ വന്നപ്പോൾ നമ്മളത് മേടിച്ചു വെച്ചു. അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഞങ്ങളങ്ങ് ഇട്ടു.